ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നലെയും ഇന്നുമായി നാം ചിന്തിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. അവൾ ചെന്ന ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക. 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ ഒരു വിധവയും 2 ആൺകുട്ടികളും ആ സഹോദരിക്ക് അവശേഷിച്ച കടവും, ഈ സാഹചര്യത്തിൽ ഒരു പ്രവാചക അരുളപ്പാട്. ഇന്നത്തെ ദൂത് പ്രിയമുള്ളവരെ, പ്രവാചക അരുളപ്പാടിൽ കൂടി കുടുംബങ്ങൾ, വ്യക്തികൾ, തലമുറകൾ വിടുവിക്കപ്പെടുന്നു. ഏലിയാവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. അതിനുശേഷമാണ് ആത്മാവിൻ്റെ ഇരട്ടി പങ്കോടെ എലീശ പുറത്തു വരുന്നത്. ഏലിയാവ് സാരഫത്തിൽ ചെയ്തത്, അവിടെയും വിധവയായ സഹോദരി, ക്ഷാമകാലം. ആ വീട്ടിലെ എല്ലാ കലത്തിലും എല്ലാ ഭരണിയിലും മാവോ എണ്ണയോ വർദ്ധിപ്പിച്ചില്ല. പിന്നെന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ എത്രമാത്രം മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കാം, അതിനാവശ്യമായ എണ്ണ ഭരണിയിലുമുണ്ട്. ഒരു ദിവസം എത്ര അട വേണമെങ്കിലും ഉണ്ടാക്കാം. അത്രയും മാവ് വീണ്ടും ആ കലത്തിൽ വന്ന് നിറയും. എല്ലാ കലങ്ങളിലും മാവ് വർദ്ധിക്കുന്നില്ല. അവിടെയുള്ള എല്ലാ ഭരണിയിലും എണ്ണ കവിഞ്ഞൊഴുകുന്നതുമില്ല. എവിടെയായിരുന്നു ആ വിധവയുടെ വീട്ടിൽ ഉറവിടത്തിൽ ശോഷണമുണ്ടായത്? അല്ലെങ്കിൽ മാവ് കുറഞ്ഞു വന്നത് ഏത് കലത്തിലും, എണ്ണ കുറഞ്ഞു വന്നത് ഏത് ഭരണിയിലുമായിരുന്നു? പ്രവാചകന്റെ വാക്ക് നിമിത്തം അവിടെ ആ കലത്തിലെ മാവ് വർദ്ധിച്ചു, ഭരണിയിലെ എണ്ണ വർദ്ധിച്ചു. പക്ഷെ ആ ഒരു അത്ഭുതമല്ല ഇരട്ടി പങ്കിന്റെ നിയോഗത്തോടെ ശുശ്രൂഷിക്കുന്ന എലീശ ഇപ്പോൾ വെറും പാത്രങ്ങളിലെല്ലാം അത്ഭുതം സംഭവിക്കും. പ്രിയമുള്ളവരെ, ഇതൊരു പ്രവാചക അഭിഷേകത്തിന്റെ ഉയർന്ന തലങ്ങളാണ്. എപ്പോഴും ദൈവത്തിന്മാരായ ദൈവത്തിന്റെ പ്രവാചകന്മാർ അവർ ആത്മമണ്ഡലങ്ങളെ കാണുന്നു, ഭൗതിക മണ്ഡലങ്ങളെയല്ല. അവരുടെ സമീപനം ബുദ്ധിപരമല്ല, കാണുന്ന കാഴ്ചയാലല്ല, പ്രകൃതിയുടെ നിയമങ്ങളല്ല, അല്ലെങ്കിൽ മനുഷ്യമായ എന്തെങ്കിലും കണക്കുകൂട്ടലല്ല എങ്ങും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ബുദ്ധിക്ക് അപ്പുറമായി, ചിന്തകൾക്കപ്പുറമായി, വിചാരങ്ങൾക്കപ്പുറമായി, കണക്കൂട്ടൽക്കപ്പുറമായി വലിയവ ചെയ്യുവാൻ പ്രവാചക വെളിപ്പാടുകൾക്ക്, പ്രവാചക അരുളപ്പാടുകൾക്ക്, പ്രവാചകന്റെ വാക്കിന് കഴിയും. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ പ്രവാചകന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും അവഗണിക്കരുത്, നിരുത്സാഹപ്പെടുത്തരുത്, പ്രവചന ശുശ്രൂഷകളെ പരിമിതപ്പെടുത്തരുത്. വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ ശുശ്രൂഷകളെ അതിരുകൾ വെച്ച് നിങ്ങൾ ഒട്ടും അതിനെ കുറയ്ക്കരുത്. കാരണം മണവാട്ടി സഭയെ പണിയുന്നത് അപ്പോസ്തോലിക പ്രവാചക അടിസ്ഥാനത്തിലാണ്. അപ്പോസ്തലന്മാർ ജനത്തെ വിടുവിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ വീണ്ടെടുക്കുന്നു, പുറപ്പെടുവിക്കുന്നു. സാത്താൻ അധികാരത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരുന്നു. എന്നാൽ അപ്രകാരം വിടുവിക്കപ്പെട്ട ജനത്തെ ഒരുക്കമുള്ള ഒരു ജനമാക്കി, വിശുദ്ധമാക്കി, മഹത്വപൂർണമാക്കി, തേജസ്സോടെ നിർത്തുന്നത് പ്രവാചക തലങ്ങളാണ്, പ്രവാചക അഭിഷേകമാണ്. അതാണ് എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ മൂലക്കലായിരിക്കെ ഞാൻ നിങ്ങളെ അപ്പോസ്തലനും പ്രവാചകനും അടിസ്ഥാനത്തിൽ പണിയുന്നു. സഭയ്ക്ക് വേണ്ടിയുള്ള അപ്പോസ്തല ലേഖനത്തിൽ മണവാട്ടി സഭയുടെ ഒരുക്കം എന്നും എക്കാലവും നടക്കുന്നത് അപ്പോസ്തോലിക പ്രവാചക ശുശ്രൂഷയുടെ ഒന്നിച്ചുള്ള സംയോജനത്തിലാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പ്രവാചക ശുശ്രൂഷ ഏറ്റവും വിലമതിക്കപ്പെട്ടതായിരുന്നു. മലാക്കി പ്രവചനം അവസാനിക്കുമ്പോഴും വലിയൊരു സൂചന, വലിയൊരു ശുഭഭാവി, അല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷയുടെ വലിയൊരു അടുത്ത ഘട്ടം, അപ്രകാരം ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ നൽകിയിട്ടാണ് മലാക്കി പ്രവാചകൻ പ്രവചന പുസ്തകത്തെ അവസാനിപ്പിക്കുന്നത്. അതെന്താണ്? വലിയ പ്രവാചകനെ ഞാൻ അയക്കും, അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരിലേക്കും മടക്കി വരുത്തുന്ന, നിരപ്പിക്കുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പാലമാണ്, ബ്രിഡ്ജാണ് പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്. കഴിഞ്ഞ തലമുറയും ഈ പുതിയ തലമുറയും, എക്കാലത്തുമുള്ള 2 തലമുറകളെ, പിതാക്കന്മാരെയും അവരുടെ അടുത്ത മക്കളെയും ഒരുമിപ്പിക്കുന്നു. കാരണം ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷൻ തമ്മിൽ പലപ്പോഴും വലിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇതിനെ ഒരുമിപ്പിച്ച് രണ്ടിനെയും ഒരു റീജനറേഷൻ ആക്കുവാൻ, റെസ്റ്റോർ ചെയ്യുവാൻ, നിരപ്പിക്കുവാൻ പ്രവാചക ശുശ്രൂഷയ്ക്ക് കഴിയും. അതിനുവേണ്ടിയാണ് പ്രൊഫറ്റിക് മിനിസ്ട്രികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. എന്താണ് നമ്മുടെ ഇന്നത്തെ ദൂതന്റെ സാരാംശം? ഇവിടെ എലീശ പ്രവാചകൻ എല്ലാ വെറും പാത്രങ്ങളിലും, എന്നോട് പറയട്ടെ, എല്ലാ വെറും പാത്രങ്ങളിലും അത്ഭുതങ്ങൾ കാണുന്നു. മറ്റാരും കാണാത്തത് പ്രവാചകൻ കാണുന്നു. മറ്റാരും കേൾക്കാത്ത ദൈവശബ്ദം പ്രവാചകൻ കേൾക്കുന്നു.
വിധവയായ സ്ത്രീ അവിടെ ഇന്നലകളെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ പ്രവാചകൻ അവിടെ നാളെക്കുറിച്ച് ചിന്തിക്കുന്നു. വിധവയായ സഹോദരി അടിമകളായി തീരാൻ പോകുന്ന 2 മക്കളെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ പ്രവാചകൻ ആ വീട്ടിൽ പകരുന്ന ഒരു പകർച്ചയിലൂടെ, അത്ഭുതത്തിലൂടെ ആ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുന്നു. വിധവയായ സഹോദരി ബന്ധനങ്ങളെക്കുറിച്ച്, അടിമത്തത്തെക്കുറിച്ച്, കടബാധ്യതയെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വിഷമകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നു. പക്ഷെ പ്രവാചകൻ ഈ സഹോദരിയോട് പകർച്ചയെക്കുറിച്ച്, വർദ്ധനവിനെക്കുറിച്ച്, വ്യാപാരത്തെക്കുറിച്ച്, നിറവിനെക്കുറിച്ച്, കവിഞ്ഞൊഴുക്കിനെക്കുറിച്ച്, സമൃദ്ധിയെക്കുറിച്ച്, ഉപജീവനത്തെക്കുറിച്ച്, ഏറിയ നാൾ ജീവിച്ചിരിക്കാനുള്ള ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ നാളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ന് രാവിലെയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രവാചക ആത്മാവിൽ കൂടി നിങ്ങളുടെ ലൈഫിൻ്റെയും പുതുക്കത്തിന്, നിറവിന്, നവീകരണത്തിന്, ഉണർവിന്, ശക്തീകരണത്തിന്, ഒരു പ്രവാചക സ്പർശനത്തിന്, വാക്കുകൾക്ക്, വചനത്തിന് കഴിയും എന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ജോസഫിന് കിട്ടിയ ഒറ്റ വെളിപ്പാടാണ് പ്രിയമുള്ളവരെ ഒരു ദേശത്തിന് ക്ഷാമം മൊത്തം മാറിയത്. വെളിപ്പാടിൽ കണ്ടത് വയലും കൊയ്ത്തും കറ്റയും പാണ്ഡികശാലയും കളപ്പുരയൊക്കെ കണ്ടത്. പിന്നത്തേതിൽ സംഭവിച്ചതും കണ്ട വെളിപ്പാടിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. കൊയ്ത്തിൻ്റെ സംവത്സരങ്ങൾ പാണ്ഡികശാലയിലേക്കും കളപ്പുരയിലേക്കും കറ്റകൾ കൊണ്ട് കൂമ്പാരമായി കൂട്ടിവെക്കുന്നത്, പിന്നത്തേതിൽ പാണ്ഡികശാലകൾ തുറക്കുന്നത്, അടുത്ത ക്ഷാമകാലത്തേക്ക് വേണ്ടി അത്രമാത്രം കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറഞ്ഞു കവിയുന്ന ദർശനങ്ങൾ, ഇന്നലകൾ കണ്ട ജോസഫിൻ്റെ വെളിപ്പാടുകൾ നിറവേറുക മാത്രമല്ല, ഒരു ജോസഫ് നിമിത്തം ഒരു രാജ്യത്തിൻ്റെ മൊത്തവും ക്ഷാമം മാറുകയും മറ്റുള്ള ദേശങ്ങൾക്ക് പോലും ക്ഷാമകാലത്ത് നിലനിൽക്കുവാൻ ജോസഫിൻ്റെ പാണ്ഡികശാലകൾക്ക് കഴിയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇന്നലെ കിട്ടിയ ഒരു ചെറിയ വെളിപ്പാട് രാജ്യത്തിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ കാരണമായി തീർന്നു. യേശു കർത്താവ് മരുഭൂമിയിൽ ചോദിച്ചു, ഈ മരുഭൂമിയിൽ ജനത്തിന് തിരുവാൻ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു. എവിടുന്ന് ലഭിക്കുമെന്ന് ചോദിച്ചില്ല. എന്താണ് പരിഹാരം, എന്താണ് പോവഴി? 3 ദിവസം എന്നോടുകൂടെ കഴിയുന്ന ഈ ജനത്തിന് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ കേട്ടി നിന്നവർ, സന്തത സഹചാരികളായ ശിഷ്യന്മാർ സാഹചര്യം പറഞ്ഞു, മരുഭൂമിയുടെ വലിപ്പം പറഞ്ഞു, 200 പണമേ ഉള്ളെന്ന് പറഞ്ഞു, കഴിയത്തില്ലെന്ന് പറഞ്ഞു. ഈ ജനത്തെ പറഞ്ഞ് അവർ വീടുകളിൽ തിരിച്ചു വിടണമെന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് കൽപ്പിച്ചു ഇവരെ പന്തിയായി ഇരുത്തുവാൻ. രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായത്തിൽ എലീശ പ്രവാചകൻ ഈ സ്ത്രീയോട് ചോദിച്ചത് ഒഴുകുന്നത് വല്ലതും ഉണ്ടോ എന്നാണ്. ഒഴുകുന്നത്, ഒരിക്കൽ കൂടി പറയുന്നു, ജീവിതത്തിൽ ഒഴുകുന്നത് വല്ലതും ഉണ്ടെങ്കിൽ നീ വിജയിച്ചു. എണ്ണ ഒഴുകുന്നു. മരുഭൂമിയിൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് മുറിക്കാൻ പറ്റിയത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. മുറിക്കാൻ പറ്റിയത് ഉണ്ട്, അപ്പമുണ്ട്, അപ്പം മുറിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ദൂത് പറയാം, നിങ്ങൾ മുറിച്ചാലും അപ്പം മുറിയും. പക്ഷേ മറ്റാർക്കും അവർ വിശപ്പിന് ഒത്തവണ്ണം കഴിക്കുവാൻ, ഭക്ഷിക്കുവാൻ നിങ്ങൾ മുറിക്കുന്ന അപ്പം കൊണ്ട് കഴിയത്തില്ല. ആ അപ്പം യേശു തൊട്ടു, യേശു മുറിച്ചു, എല്ലാവരും തിന്നു തൃപ്തരായി ബാക്കി. ഇതാണ് പ്രിയമുള്ളവരെ മരുഭൂമിയിലെ വെളിപ്പാടിൽ അപ്പം വർദ്ധിക്കുന്നു. എലീശ പ്രവാചകൻ വെളിപ്പാടിൽ പാത്രങ്ങളിൽ നിന്ന് എണ്ണ കവിഞ്ഞൊഴുകുന്നു. ഇനിയും ഈ ആൺകുട്ടികൾ വിളിച്ചു പറയുന്നത് എണ്ണ തീർന്നെന്നല്ല, പാത്രം തീർന്നു. പാത്രം തീർന്നപ്പോൾ എണ്ണയും നിലച്ചു. ഇനിയും പാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും പകരുവാൻ എണ്ണ വീണ്ടുമുണ്ട്. പാത്രത്തിൻ്റെ അളവാണ് തീരുമാനിക്കുന്നത് എത്രമാത്രം എണ്ണ ഇനിയും പകരപ്പെടുമെന്ന്. കൂടുതൽ പാത്രമുണ്ടെങ്കിൽ ഏറിയ നാൾ, കാരണം കഠിന ക്ഷാമം വരാൻ പോവുകയാണ്. ക്ഷാമകാലത്തിന്റെ ദൈർഘ്യം കൂടുന്തോറും ഏറിയ നാൾ ജീവിച്ചിരിക്കാനുള്ള പദ്ധതിയാണ് പ്രവാചകന്മാർ ആത്മാവിൽ കാണുന്നത്. ഈ സഹോദരന്റെ കടം തീർക്കുവാൻ 10-20 പാത്രത്തിലെ ഭരണിയിൽ എണ്ണ മതി. പക്ഷെ 200 ഭരണി ഉണ്ടെങ്കിൽ, ഒരു 500 പാത്രമുണ്ടെങ്കിൽ അത്രയും പാത്രത്തിലും എണ്ണ പകരപ്പെടുകയാണ്. നിങ്ങളറിയാത്തൊരു ഒഴുക്ക്, ഒരു പകർച്ച, ഒരു വ്യാപാരം നിങ്ങളുടെ ലൈഫിലും ചെയ്യുവാൻ ദൈവാത്മാവിൻ്റെ ഇടപെടലിന് കഴിയും. വിശ്വസിക്കാം, ദൈവപ്രവർത്തിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു.